സഭാചരിത്രം മാർപ്പാപ്പമാരിലൂടെ എന്നീയൊരു പ്രോഗ്രാമിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് നമ്മളിപ്പോൾ കടക്കുകയാണ്. മാർപ്പാപ്പമാരുടെ തിരഞ്ഞെടുപ്പ് നമ്മൾ ഇന്നീ കാണുന്ന തരത്തിലൊരു കോൺക്ലേവ് സിസ്റ്റത്തിലേക്ക് എത്തിയത് വരെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ഭാഗം നമ്മൾ കണ്ടത്. മാർപ്പാപ്പമാരുടെ ചരിത്രം അത് സഭാചരിത്രമായി തന്നെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് കോതമംഗലം രൂപതയുടെ വികാരി ജനറലായ പയസ് മലയകണ്ഠത്തിൽ മോൺസിഞ്ഞോറാണ്. അച്ഛനെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അച്ഛൻ സ്വാഗതം. മാർപ്പാപ്പമാരുടെ ചരിത്രം നമ്മൾ കാണുകയായിരുന്നു. ആദ്യ കാലഘട്ടത്തിലെ മുതലുള്ളത് ഏറെ സങ്കീർണതകളും ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് അന്ന് അങ്ങനെ ചെയ്തു എന്ന തരത്തിലൊക്കെ ഒരു രീതിയിലുള്ള ഒരു ചരിത്രങ്ങളൊക്കെ ആയിരുന്നു സഭയുടെ പല കാലഘട്ടങ്ങളിൽ. അതിൽ നിന്നൊക്കെ കുറച്ചും കൂടി മാറി, അതായത് രാഷ്ട്രീയം സഭയിൽ നിന്ന് അല്ലെങ്കിൽ സഭയുടെ മാർപ്പാപ്പനെ തിരഞ്ഞെടുപ്പിൽ നിന്ന് രാഷ്ട്രീയം മാറി നിൽക്കുന്ന ഒരവസ്ഥ വരെ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഒരു കോൺക്ലേവ് സിസ്റ്റത്തിലേക്ക്, ഇന്ന് കാണുന്ന തരത്തിലേക്കുള്ള ഒരു ആദ്യ ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഒരു മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് എത്തിയിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാം. ഈ കാര്യം കർദിനാളന്മാരിൽ നിന്നാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് 1059 കൂടി വന്നെങ്കിലും ഇവർ തിരഞ്ഞെടുക്കാൻ വേണ്ടി കൂടുമ്പോൾ കുറേ സമയങ്ങളെടുത്തു. പെട്ടെന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്ന അവസ്ഥ വന്നില്ല. അങ്ങനെ 1265 തൊട്ട് 1268 വരെ 3 വർഷക്കാലം. ആ വർഷങ്ങളിൽ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്ലേവ് കൂടിയെങ്കിലും തിരഞ്ഞെടുപ്പ് അനിശ്ചിതമായി തുടരുകയാണ്. 3 വർഷം 2 വർഷത്തിലേറെ. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്തെന്ന് അവിടുത്തെ മജിസ്ട്രേറ്റ് വന്നിട്ട് അവർ കൂടിയിരുന്ന കെട്ടിടത്തിൻ്റെ പുറത്തുനിന്ന് പൂട്ടി, ആയിട്ട് മേൽക്കൂര എടുത്ത് മാറ്റി. എന്ന് അവർ കൂടിയിരുന്ന കെട്ടിടത്തിൻ്റെ നിങ്ങളവിടെ നിന്ന് തീരുമാനം എടുക്കണം പറഞ്ഞു, ആളെ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ തിരഞ്ഞെടുത്തതാണ് ഇപ്പോൾ ഗ്രിഗിരി എന്ന് പറഞ്ഞുകൊണ്ട് 10ാമൻ എൻ്റെ ഓർമ്മ 10-11 മേൽക്കൂര എടുത്ത് മാറ്റി. എന്തുകൊണ്ടാണ്? പ്രഷർ എക്സർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഏത് കാലാവസ്ഥയിലായാലും മേൽക്കൂര മാറ്റിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. മുറി പുറത്തുനിന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഒരു ദിവസത്തേക്ക് കൊണ്ടുള്ള ബ്രെഡും വെള്ളം മാത്രമേ കൊടുത്തുള്ളൂ. കാരണം ഈ അന്നത്തെ അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർദിനാളന്മാരെന്ന് പറയുന്ന ഏറെ പേരും പ്രഭു കുടുംബത്തിൽ നിന്നുള്ളവരാണ്. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്തുണ്ടാകാം. പിന്നെ രാജകുടുംബത്തിൽ നിന്നുള്ളവരൊക്കെ ഉണ്ടാകും. അവർക്ക് അതങ്ങ് നീണ്ടുപോകും. അത് പറ്റില്ല എന്ന് മജിസ്ട്രേറ്റ്, ലോക്കൽ മജിസ്ട്രേറ്റ്, റോമിലെ മജിസ്ട്രേറ്റ് വന്ന് ഒരു സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ്. അതങ്ങനെയാണ് ഗ്രിഗിരി 10ാമൻ മാർപ്പാപ്പ. അതാണ് നമ്മൾ ഈ കേൾക്കാറ്, പട്ടിണിക്കിട്ടിട്ട് അല്ലേ? അത് ഈ ഒരു സംഭവമാണോ? അതായിരിക്കണമെന്നില്ല, പക്ഷെ അങ്ങനെ ഒരു സ്ട്രാറ്റജി രൂപപ്പെട്ടു എന്നുള്ള. ഭക്ഷണം കൊടുക്കാണ്ടിരുന്നു. അപ്പം 2 വർഷം വരെ നീണ്ടു. അതിൻ്റെ ഫലമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രിഗിരി മാർപ്പാപ്പന് വന്നപ്പോൾ അവർ മുറി അടച്ച് മുറിക്കകത്തിരുന്ന് അവർ തിരഞ്ഞെടുക്കണം എന്ന അവസ്ഥ വന്നു. ഇപ്പോഴും അതിൻ്റെ ഭാഗമാണ്. കാരണം പുറത്തുനിന്ന് ആർക്കും അക്സസിബിലിറ്റി ഇല്ല ഇപ്പോൾ തിരഞ്ഞെടുപ്പിനകത്ത്. കാരണം ഈ അതുവരെ അന്നുണ്ടായിരുന്നു. പുറത്തുനിന്നുള്ളവർക്കും കാണാമായിരുന്നു. പുറത്തുനിന്നുള്ളൊരു ഇൻഫ്ലുവൻസ് എത്തും. കാരണം അകത്തിരിക്കുന്നവർ പല വിധത്തിൽ സ്വാധീനിക്കുന്ന മെസ്സേജുകൾ വരികയും പോവുകയും ചെയ്യും. ആ പ്രക്രിയ കാര്യം ഈ കർദിനാളന്മാർ തിരഞ്ഞെടുക്കാനുള്ള സംവിധാനം 1059 തുടങ്ങിയെങ്കിലും പുറത്തെ ലോകം ഇവിടുത്തെ സ്വാധീനിക്കാൻ തുടങ്ങി. അപ്പം പുറം താല്പര്യം അനുസരിച്ച് ഇവർ നീട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങി. അങ്ങനെ വോട്ടുകൾ മാറി വരാൻ സാധ്യതയുണ്ട്. മാറി വരുന്നു. ഒരാളെ തിരഞ്ഞെടുക്കാണ്ട് പോകുന്നു. തിരഞ്ഞെടുക്കണമെന്നല്ലേ ഉള്ളൂ, ഇന്ന് എടുക്കണമെന്നില്ല, നാളെ എടുക്കണമെന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ പോയി. അങ്ങനെ 2 വർഷം വരെ നീണ്ടുപോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തിരഞ്ഞെടുത്തേ പറ്റൂ. അപ്പോൾ ആ ഒരു ഇതായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി 2 വർഷത്തോളം മാർപ്പാപ്പ ഇല്ലാതിരുന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നീണ്ടുപോയി. അന്നേരമാണ് മജിസ്ട്രേറ്റ് പറയുന്നത്. അങ്ങനെയാണ് കോൺക്ലേവ് സിസ്റ്റം ഇന്ന് കാണുന്ന അടച്ചിട്ട മുറിക്കകത്തുള്ള കോൺക്ലേവായിട്ട് അത് മാറുന്നത്. അത് 1265-68 കാരണം 1970 പുതിയ കാലം മാർപ്പാപ്പ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിബന്ധനയായിട്ട് വയ്ക്കുകയും ചെയ്തു. പിന്നീട് അത് കാനഡയുടെ ഭാഗമാക്കുകയും ചെയ്തു. അങ്ങനെ വരുന്നു. നമുക്ക് 1309 തൊട്ട് 1377 വരെയുള്ള വർഷങ്ങൾ, ആ കാലങ്ങളിൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. പറഞ്ഞാൽ അവിഞ്ഞോൺ പേപ്പസി എന്ന് പറഞ്ഞൊന്നുണ്ടായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എപ്പോഴും രാഷ്ട്രാധികാരികൾ സഭയുടെ സംവിധാനത്തെ ഇടപെട്ടിരുന്നു മാർപ്പാപ്പയെ സ്വാധീനിക്കാൻ. അതിന് ഏറ്റവും എളുപ്പമുള്ള വഴി അവരുടെ രാജ്യത്തു നിന്നുള്ളവരെ മാർപ്പാപ്പയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫ്രാൻസിലെ ചക്രവർത്തിയായ ഫിലിപ്പ് 4ാമൻ രാജാവ് ഫ്രാൻസിൽ നിന്നുള്ള മാർപ്പാപ്പന്മാരെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചു.
അതോടൊപ്പം തന്നെ ഫ്രാൻസിലുള്ള കർദിനാളന്മാരുടെ എണ്ണവും വർദ്ധിപ്പിച്ചു. എനിക്ക് 132 111 പേരും ഫ്രാൻസിലുള്ള കർദിനാളന്മാരായിരുന്നു എനിക്ക് തോന്നുന്നു ആ സമയത്ത് 1309. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റോമിൽ നിന്ന് പേപ്പൽ സീറ്റ് അവിഞ്ഞോണിലേക്ക് മാറ്റി ഫ്രാൻസിന് തെക്ക് ഭാഗത്തുള്ള ഫ്രാൻസിലുള്ള മാർപ്പാപ്പയാരും തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ല ആണ്. അതാരായിരുന്നു? അത് ക്ലെമൻ്റ് ആണോ അതിനെ സംബന്ധിച്ച് 1309 ക്ലെമൻ്റ് അഞ്ചാമൻ മാർപ്പാപ്പ ഒന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫ്രാൻസിൽ ആദ്യമായിട്ട് പേപ്പസി വരുമ്പോൾ അവിടെ ആരായിരുന്നു മാർപ്പാപ്പ? ഈ റോമിൽ ആ സമയത്ത് ശക്തമായിട്ടുള്ള റെബല്യനും വിപ്ലവവും എതിർപ്പും ഒക്കെയുള്ള സമയമാണ്. ക്ലെമൻ്റ് അഞ്ചാം മാർപ്പാപ്പ ഫ്രഞ്ചുകാരനാണ്, ഒരു ഫിലിപ്പ് 4 ചക്രവർത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നോമിനിയായിട്ടാണ് ഇദ്ദേഹം വന്നത് എന്നുള്ള ധാരണയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ അവിടെ റൂമിൽ എതിർപ്പും റെബല്യൻ കാരണം അദ്ദേഹം അവിഞ്ഞോണിലേക്ക് തൻ്റെ സീറ്റ് പേപ്പസി സീറ്റ് മാറ്റുകയാണ്. 134 കർദിനാളന്മാരാണെന്നുള്ളത്. 134 കർദിനാളന്മാരിൽ 111 പേരും ഫ്രഞ്ചുകാരാണ്. ഓക്കെ. അതിന് ശേഷമുള്ള മാർപ്പാപ്പമാരും ഫ്രഞ്ചുകാരാണ്. അപ്പം രാഷ്ട്രീയ സ്വാധീനം ഈ ഇൻ്റർമീഡിയറ്റ്സ് വഴി അതിനകത്ത് കടന്നു വരികയും കോൺക്ലേവിലൂടെ ഡയറക്റ്റ് എടുത്തില്ലെങ്കിൽ കൂടി പരോക്ഷമായി പല രീതിയിൽ രാഷ്ട്രീയ സഭയുടെ തെരഞ്ഞെടുപ്പിൽ സഭയിൽ കടന്നു വന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അവിഞ്ഞോണിൽ പേപ്പൽ സീറ്റ് നിന്നിരുന്ന കാലത്തോളം 1377 വരെയാണ്. എത്ര വർഷം ഉണ്ടാവും? ഏകദേശം 1309 തൊട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72 വർഷത്തോളം. അപ്പോൾ അവിടെ ഇതേപോലെ ഒരു ആസ്ഥാനം പണി കഴിപ്പിച്ചായിരുന്നു. അവിടെ ഉണ്ട്. പേപ്പർ സീറ്റ് കാണാൻ പറ്റും. ഇപ്പോൾ ചെന്നാലും പോവുക. ഞാൻ ഫ്രാൻസിൽ കാണുകയുണ്ടായി. അപ്പം അവിടെ പേപ്പൽ ആസ്ഥാനം മാറ്റുകയും അവിടെ പ്രോപ്പർട്ടി പേപ്പൽ സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാവുകയും ചെയ്ത് അവിടെയാണ് താമസിച്ചത്. ആ സമയത്ത് റോം വേക്കൻ്റ് ആയിരുന്നു. റോമിൽ അന്നേരം ഇല്ല, ആരുമില്ല. കാരണം ഔദ്യോഗിക പേപ്പേഴ്സ് എന്ന് പറഞ്ഞ ഇവിടെയായി ഫ്രാൻസിലായി, അവിഞ്ഞോണിലായി. അപ്പോൾ ഇതിനാണ് പേപ്പൽ ക്യാപ്റ്റിവിറ്റി എന്ന് പറഞ്ഞത്. ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. 7 വർഷത്തെ ബാബിലോണിയൻ ഇതില്ലേ, അടിമത്തം ഉണ്ടായില്ലേ, പ്രവാസം ഉണ്ടായില്ലേ, അതുപോലെ പേപ്പർസിയുടെ പ്രവാസ കാലഘട്ടമായിട്ട് ഈ പീരീഡ് കണക്കാക്കപ്പെടുന്നു. അവിഞ്ഞോൺ പേപ്പർസിയുടെ കാലഘട്ടമാണ്. അപ്പോൾ അത് ഒരു പരിധി റോമിന് പുറത്തേക്ക് പേപ്പൽ ആസ്ഥാനം പോയിട്ടില്ല അതുവരെ. ചില ഘട്ടങ്ങളിലൊക്കെ മാർപ്പാപ്പമാർ പുറത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിലും ജർമ്മൻ സ്പീക്കിംഗ് മാർപ്പാപ്പമാരുണ്ടായി, ഫ്രഞ്ച് സ്പീക്കിംഗ് മാർപ്പാപ്പമാരുണ്ടെങ്കിലും ആസ്ഥാനം റോമിൽ നിന്ന് പോയിരുന്നില്ല. പത്രോസിൻ്റെ സിംഹാസനത്തിൽ ചേർന്ന് തന്നെ ആസ്ഥാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് പുറത്തു പോയി അവിഞ്ഞോണിനെ ആസ്ഥാനമാക്കി. ഇങ്ങോട്ട് മാറാൻ പ്രധാന പങ്ക് വഹിച്ച ഒരാൾ സിയനയിലെ വിശുദ്ധ കാതറീനാണ്. കഴിഞ്ഞ ദിവസം അപ്പോൾ അദ്ദേഹം അതെങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു കഥ? തിരിച്ചിങ്ങോട്ട് വരുന്നത് ഈ റോമിൽ പിന്നെ അവിഞ്ഞോണിൽ എത്ര മാർപ്പാപ്പന്മാരുണ്ടായിരുന്നു പിന്നീട്? ഇല്ല, ഒറ്റ ക്ലെമൻ്റ് അഞ്ചാമൻ തന്നെ? അല്ല, 5 മാർപ്പാപ്പമാരെ കണ്ടുണ്ടായിരുന്നു. അവിഞ്ഞോണിലുണ്ടായിരുന്നു. ഓക്കെ. 5 പേരും ഫ്രഞ്ചുകാരായിരുന്നു. പിന്നീട് ഗിരിഗിരി 11 കാലത്തും കണ്ടാന്ന് എനിക്ക് തോന്നുന്നു. 1377 വിശുദ്ധ കാതറീൻ്റെ ഒരു പെർസുവേഷൻ, പവർ ഓഫ് പെർസുവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പ്രേരണകളും പ്രാർത്ഥനകളും ഒരു മിസ്റ്റിക് സൈനാണല്ലോ, ഡോക്ടർ ചർച്ചാണ്. അപ്പം അങ്ങനെ ഉള്ള ഒരു നിരന്തരമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് കാതറിൻ സിയൻ. അത് ഫ്രാൻസ് ആയിരുന്നോ? പുള്ളിക്കാരത്തി ഒരു ഡൊമിനിക്കൻ സന്യാസ പാരമ്പര്യത്തിൽ ജീവിച്ചിരുന്ന മിസ്റ്റിക്കൽ സെയിൻ്റാണ്. അന്ന് ഏറെ അംഗീകരിക്കപ്പെട്ടിരുന്ന ഒരു വിശുദ്ധയാണ്. അപ്പോൾ ഈ കാലഘട്ടം മറിച്ചുകൊണ്ടും ചിന്തിക്കണം. ഈ കാലഘട്ടത്തിൽ വലിയ പ്രതിസന്ധി യൂറോപ്പ് അഭിമുഖിച്ച കാലഘട്ടമാണ്. ബ്ലാക്ക് ഡെത്ത് എന്ന് പറഞ്ഞുകൊണ്ട് 1348 തൊട്ട് 1352 കാലഘട്ടങ്ങളിൽ വലിയ നാശമുണ്ടായ. ബ്ലാക്ക് ഡെത്ത് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ചുമ വരും. ഓക്കെ. ആ ചുമയ്ക്ക് പെട്ടെന്ന് ഇരുട്ട് വരും, ആൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴും, ആൾ മരിക്കും. ചില സമയങ്ങളിൽ ഈ കഷത്തിൽ കാലിൻ്റെ ഇടയ്ക്കിലൊക്കെ ആയിട്ട് വലിയ കുമ്മിള പോലെ വരും. അപ്പോൾ ഈ ചുമയ്ക്ക് പെട്ടെന്ന് ഇരുട്ട് വരുന്നതുകൊണ്ടാണ് ഈ ബ്ലാക്ക്നെസ് എന്നോട് ബന്ധിപ്പിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പ്ലേഗ് ആയിരുന്നു അത്. ഈ കുരുമുളക് അല്ലെങ്കിൽ കിഴക്കൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കച്ചവട ചാലുകളുണ്ട്.
കച്ചവട വസ്തുക്കൾ വരുന്നത്. ആ ചാലിലൂടെ വന്നായിരിക്കണം, ബലികളിൽ നിന്നൊക്കെ വരുന്നതായിരിക്കണം. നമുക്ക് 1340കളോടനുബന്ധിച്ച് കെയ്റോയിലൊക്കെ ഇതിൽ ട്രെയിൽസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ബ്ലാക്ക് ഡെത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് ജൂയിഷ് ലെറ്റേഴ്സിലൊക്കെ കാണുന്നുണ്ട് നമ്മൾ. 1345, 46, 47 കോൺസ്റ്റാന്റിനോപ്പിളും മറ്റേ ഗ്രീക്ക് തീരത്തൊക്കെ ഇതിൻ്റെ കാണുന്നുണ്ട്. പക്ഷേ 1348 യൂറോപ്പിൽ ശക്തമായിട്ട് വരികയാണ്. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ യൂറോപ്പ് മുഴുവൻ പ്ലേഗ് കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന കാലഘട്ടമാണ്. ജനസംഖ്യയുടെ ഏകദേശം 2/3 ജനസംഖ്യയും ഇല്ലാണ്ടായ കാലഘട്ടമാണ്. കൃഷി ചെയ്യാൻ ആൾക്കാരില്ല. ആശ്രമത്തിൽ ഇന്ന് അടക്കിയ ആശ്രമത്തിൽ പിന്നാളെ മരിച്ചു കിടക്കുകയാണ്. ആശ്രമങ്ങളെല്ലാം ഇട്ടിട്ട് ആൾക്കാർ പലായനം ചെയ്ത സമയമാണ്. അപ്പോൾ അങ്ങനെ ജനസംഖ്യയിലുണ്ടായ വലിയൊരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലം ഉണ്ടായിട്ടധികം കാലമായില്ല. അപ്പോൾ ആ പശ്ചാത്തലത്തിലൊക്കെ നിന്നുകൊണ്ടാണ് ഈ ദൈവത്തിൻ്റെ ക്രോധത്തിന് നമ്മൾ വിധേയണ്ടാകാറുണ്ട്. ഏറ്റവും ഉചിതമായത് വിശുദ്ധനാട്ടിലേക്ക് തന്നെ മാറപ്പെടെ നിലനിൽപ്പുകാണെന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിച്ച് ആ ഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. അങ്ങനെ അദ്ദേഹം റോമിലേക്ക് തിരിച്ചു പോവുകയുള്ളൂ. വിശുദ്ധ അവിടേക്ക് മാർപ്പാപ്പയുടെ അടുത്തേക്ക് ചെല്ലുകയാണോ ഉണ്ടായത്? ചെല്ലുകയാണ്. പുള്ളിക്കാരത്തി റോമിലേക്ക് പലരും യാത്രയുണ്ട്. ഒരു മിസ്റ്റേക്ക് സൈൻ നിലയ്ക്ക് ഫ്രാൻസിൽ ചെന്ന് പറയുകയാണ് ചെയ്തത് അദ്ദേഹത്തിന് കൺവിൻസ് ചെയ്യുക മാർപ്പാപ്പയോട്. അപ്പോൾ മാർപ്പാപ്പ അത് അംഗീകരിക്കുന്നുണ്ട്. അപ്പം അത് വലിയൊരു ഇതാണ്. കാരണം നമ്മളിന്ന് എല്ലാവർക്കും അത്രയും സംലഭ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്നാലും ആ കാതറീൻ പുണ്യവതി അത്രയും വിശുദ്ധിയായിട്ടും ദൈവത്തിൻ്റെ ശബ്ദമായിട്ടും അത് തിരിച്ചറിഞ്ഞിരുന്നുവെന്നും അതനുസരിച്ച് അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ്. പ്രവാചകയെ പോലെ സ്വീകരിക്കപ്പെട്ടു എന്നുള്ള മാർപ്പാപ്പയ്ക്ക് ഒരു ഇത് കൊടുത്തു. അതെ അതെ. ഒരു പക്ഷേ എനിക്ക് അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഇന്നിപ്പോൾ റോമിലെ പാപ്പായ്ക്ക് പകരം അവിഞ്ഞോണിലെ പാപ്പ എന്നൊക്കെ പറയേണ്ടി വന്നേനെ. അങ്ങനെയും പറയാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ അധികകാലം അങ്ങനെ നിൽക്കുമായിരുന്നില്ല. ഇത് രാഷ്ട്രീയ മേൽക്കോയ്മയുടെ ഭാഗമായിട്ടാണ് ഈ അവിഞ്ഞോണിൽ പേപ്പൽ ആസ്ഥാനം മാറിയത്. അത് ഇപ്പോഴും അങ്ങനെ ആയിരുന്നില്ലല്ലോ. അപ്പം ചക്രവർത്തിയുടെ ഇംഗിതം അനുസരിച്ച് ഇവർ കുറച്ച് പേര് അങ്ങനെ പ്രവർത്തിച്ചു. അങ്ങനെയാണ് പിന്നീട് നമ്മൾ റോമിലേക്ക് വരുന്നത്. റോമിൽ വന്നെങ്കിലും കുറച്ച് പേര് കഥകളന്മാർ രണ്ടായിട്ട് മുറിഞ്ഞു. ഒരു വിഭാഗം റോമിലെ കഥന്മാർപ്പയെ സപ്പോർട്ട് ചെയ്തു, ഒരു വിഭാഗം ഇവിടെ അവിഞ്ഞോണിൽ തന്നെ തുടരണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ 2 മാർപ്പാപ്പർ ഒരേ സമയത്ത് വന്നു. ഇതാണ് പാശ്ചാത്യ ശീഷ്മ എന്ന് പറയുന്നത്. ഈ റോമിലേക്ക് ഒരു മാർപ്പാപ്പ പോയപ്പോൾ മറ്റൊരു മാർപ്പാപ്പയെ ഒരു ബാക്കിയുള്ള വിഭാഗം തിരഞ്ഞെടുത്തു. ഫ്രാൻസ് അവിഞ്ഞോണിൽ. ഇതാണ് പാശ്ചാത്യ ശീഷ്മ എന്ന് പറഞ്ഞത്. അതായത് 1378 ആണ് ഈ പാശ്ചാത്യ ശീഷ്മ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത്. ആ ശീഷ്മ ആരംഭിക്കാൻ കാരണം കർദിനാളന്മാരുടെ ഇടയിലുള്ള വിഭജനമാണ്. ഫ്രഞ്ച് സംസാരിക്കുന്ന കർദിനാളന്മാർ അവിഞ്ഞോണിൽ തന്നെ അവരുടെ മാർപ്പാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു ആൻറ്റിപോപ്പനെ തിരഞ്ഞെടുത്തു, ക്ലെമൻ്റ് VII എന്ന് പറഞ്ഞുകൊണ്ട്. റോമിൽ ഊർബൻ VI എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാർപ്പാപ്പ, അതാണ് യഥാർത്ഥ മാർപ്പാപ്പ എന്ന് പറഞ്ഞ് മറ്റു കർദിനാളന്മാരെ തിരഞ്ഞെടുക്കുകയുണ്ട്. ഇത് എങ്ങനെ പരിഹരിക്കണം എന്ന് കണ്ടുകൊണ്ട് കൗൺസിൽ ഓഫ് പീസായി വെച്ച് 1909 അത് സമ്മേളനം കൂടി 3ാമതൊരു മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു. അദ്ദേഹമാണ് ജോൺ 23. ഈ വത്തിക്കാൻ കൗൺസിൽ വിളിച്ചു കൂട്ടി ജോൺ 21 അദ്ദേഹം ആൻറ്റി പോപ്പാണ്. അത് തെരഞ്ഞെടുത്തത് ആരാണ്? തെരഞ്ഞെടുത്ത് ഇവർ കൂടി കർദിനാളന്മാർ കൂടിയിട്ട് ഈ 3ാമതൊരു മാർപ്പാപ്പയെ തെരഞ്ഞെടുത്ത ഏത് കർദിനാളന്മാരാണ്? അപ്പോൾ ഈ എന്താണ് ഒരു പരിഹാരം നിലയ്ക്ക് തെരഞ്ഞെടുത്താണ്. അങ്ങനെ 3 കർദിനാളന്മാർ ഒരേ സമയത്തുണ്ടായിരുന്നു. അതായത് ഒന്ന് ആന്റിപ്പോപ്പായിരുന്നു, 2 പേര് ആന്റിപ്പോപ്പായിരുന്നു. റോമിനുള്ളതാണ് പോപ്പായിട്ട് കണക്കാക്കപ്പെടുന്നത്, മറ്റൊന്ന് ആന്റിപ്പോപ്പ. ക്ലെമൻ്റ് VII ജോൺ 23. അവസാനം പിന്നീട് പരിഹാരമാകുന്ന മാർട്ടിൻ V മാർപ്പാപ്പയായിട്ട് റോമിൽ അംഗീകരിച്ചുകൊണ്ടാണ്. ഇതൊരു 40 വർഷം നീണ്ടു നിന്ന ഒരു ശീഷ്മയാണ്, സഭയിലുണ്ടായ ഒരു വിഭജനമാണ്. അതിന് കാരണം ഇത് തന്നെയാണ്. ഈ രാഷ്ട്രീയ അധികാരം ശക്തമായിട്ട് കടന്നു വരുമ്പോൾ ആ അധികാര സംവിധാനങ്ങൾക്ക് വിധേയപ്പെട്ട് പ്രക്രിയ പോയതുകൊണ്ടാണ്. ഇപ്പം കുറച്ച് കർദിനാളന്മാർ അവരുടെ ആ ഫ്രഞ്ച് സംസ്കാരത്തിലുള്ള മാർപ്പാപ്പ വേണമെന്ന് കാക്ഷിച്ചു. കാരണം ആ ഒരു മനസ്സിലാക്കലാണ് രാഷ്ട്രീയ അധികാരവും സഭാധികാരവും എല്ലാം പൊരുത്തപ്പെട്ടു പോകുന്നതാണ് നല്ലതെന്നൊരു കാഴ്ചപ്പാട് കൂടി ഉണ്ടാകുന്നതാണ്. മറുവശത്ത് അല്ല, റോം പത്രോസിൻ്റെ കബറിടമുള്ള സ്ഥലമാണ്, അവിടെ ആയിരിക്കണം എന്നൊരു മനസ്സിലാക്കലിൻ്റെ ഭാഗമായിട്ടാണ് റോമിൽ തന്നെ ആയിരിക്കണം നല്ലൊരു വിഭാഗം ആഗ്രഹിച്ച്
പോംവഴി എന്ന നിലയ്ക്കാണ് മൂന്നാമത്തെ ഓപ്ഷൻ വന്നത്. അതും വീണ്ടും ആൻറ്റി പോപ്പിനെ തെരഞ്ഞെടുപ്പ്. അവസാനം 1917 1378 ആരംഭിക്കുന്നത്. 1417 മാർട്ടിൻ 5 മാർപ്പാപ്പയെ പ്രഖ്യാപിച്ചു. ജോൺ 21 ഓടിപ്പോവുകയുണ്ടായി. പിന്നെ മറ്റേ അധികം പേര് പിന്നെ ഈ ക്ലെമൻ്റ് ആഡമിനെ സപ്പോർട്ട് ചെയ്യാനുണ്ടായില്ല. ഓക്കെ. പിന്നീട് എങ്ങനെയാണ് അത് മാറ്റം വരാൻ അതിനാരാണ് മുൻകൈ എടുത്തത്? ഈ ഒരു 3 മാർപ്പാപ്പന്മാരിൽ നിന്ന് മാറ്റം വരാൻ ആരാണ് മുൻകൈ എടുത്തത്? ഇതിനകത്ത് തന്നെ ഒരു ഇൻറ്റേർണൽ മെക്കാനിസം ഉണ്ട്. എപ്പോഴും ഈ നമ്മൾ നേരത്തെ വിശുദ്ധ കാതറീനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നന്മ ആഗ്രഹിക്കുന്ന, സഭയുടെ ഐക്യം ആഗ്രഹിക്കുന്ന വിശുദ്ധരായ വ്യക്തികൾ സഭയ്ക്കുള്ളിൽ തന്നെയുണ്ട്. ഓക്കെ. ഈ അവിശുദ്ധിയുടെ അടയാളങ്ങളായിട്ട് വിഭജനമോ ധ്രുവീകരണം ഉണ്ടായാൽ പോലും ഇതിനുള്ളിൽ ഇതെല്ലാം ശരി, ഈ പോകുന്ന പോക്കെല്ലാം ശരി, ഈ രാഷ്ട്രീയ നിലപാടിനനുസരിച്ച് ഉള്ള അല്ല മാർപ്പാപ്പ വരേണ്ടത് എന്ന് ശക്തമായ കാഴ്ചപ്പാട് ഈ കർദിനാൾമാർക്ക് തന്നെ ഉണ്ടായി. അതുകൊണ്ടാണ് ഈ ജോൺ 21 ആരും പിന്തുണയ്ക്കാണ്ട് പിന്നെ പോയത്. അതേ പിന്നെ ഒളിച്ചുകൊണ്ടുകൊണ്ട് വന്ന് ക്ലെമൻ്റ് 7 പിന്തുണയ്ക്കാൻ അധികം പേര് ഫ്രഞ്ച് കർദിനാൾമാർ പോലും അധികം ഉണ്ടായില്ല. കാരണം ഒരു നന്മയുടെ വഴിയുണ്ടല്ലോ. ഇപ്പോൾ വന്നു കഴിഞ്ഞാലും ഒരു ആവേശത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വൈകാരിക കാഴ്ചപ്പാട് ദുർവീകരണമൊക്കെ ഉണ്ടാകും. പക്ഷേ അവസാനം നന്മയും പുണ്യമൊക്കെ അല്ലേ ജയിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ അതിനകത്ത് അവർ അതല്ല ശരി, മാർപ്പാപ്പയുടെ സിംഹാസനം പത്രോസിൻ്റെ കബറിടത്തിനടുത്തായിരിക്കണം എന്ന കാഴ്ചപ്പാട് വിജയിച്ച് ഇപ്പം അങ്ങോട്ട് മാറുകയാണ്. അങ്ങനെയാണ് പിന്നീട് റോമിലേക്ക് വരുന്നത്. ആ സമയത്ത് നമ്മൾ ഈ കാണുന്ന പിന്നീട് എങ്ങനെയായിരുന്നു ചരിത്രം? പിന്നീട് പിന്നെ നമ്മൾ വത്തിക്കാൻ കേന്ദ്രീകരിച്ച്, അതായത് ഇപ്പോഴത്തെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയോടനുബന്ധിച്ച് നമുക്ക് പണ്ട് പത്രോസിൻ്റെ കബറെടുത്ത് സ്ഥാപിച്ച പള്ളിയുണ്ട്. അത് നമ്മളിപ്പോൾ കാണുന്ന സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക തന്നെയാണ്? ആയിരുന്നില്ല. അത് പൊളിച്ചു പണിയുന്നതിന് മുഖ്യ പങ്കുവച്ച അലക്സാണ്ടർ 6 മാർപ്പാപ്പ, ജൂലിയസ് 2 എന്നുള്ള മാർപ്പാപ്പ, പിന്നെ ലിയോ 10 മാർപ്പാപ്പ, അഡ്രിയൻ 6 മാർപ്പാപ്പ, പിന്നെ പോൾ 3 മാർപ്പാപ്പ. ഇവരെല്ലാത്തിനും കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകത എന്ന് പറയുന്നത് യൂറോപ്പിലെ ഈ റിനസൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉണർത്തെഴുന്നേൽപ്പിൻ്റെ കാലഘട്ടമാണ്. ഈ മധ്യശതകങ്ങളിലെ ഇരുട്ടിൻ്റെ ഭാഗമായിട്ടാണ് ആത്മീയ തലങ്ങളിലും ഇരുട്ടും തമസും കടന്നു വന്നത്. അപ്പോൾ ഇതല്ല ശരി എന്നൊരു കാഴ്ചപ്പാട് ആത്മീയതയിലൊക്കെ ഒപ്പം സഞ്ചരിക്കുന്നുണ്ട്. ആ സഞ്ചാരം ചില സമയങ്ങളിൽ സർഫസ് ചെയ്ത് മുകൾ തലത്തിലെത്തും, ചില സമയത്ത് അതങ്ങോട്ട് പാർശ്വത്തിൽ കിടക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പട്ടണം തകർന്നു കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങളുടെ കയ്യിൽ വീണപ്പോൾ അവിടുന്ന് കലാകാരന്മാർ ഒപ്പം ഗ്രന്ഥരചയിതാക്കളൊക്കെ കിട്ടാവുന്ന പുസ്തകങ്ങളും പണ്ഡിതന്മാർ പുസ്തകങ്ങളും അവിടെ കലാവൈഭവം എല്ലാമായിട്ട് പലായനം ചെയ്ത് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇതിൽ ഒത്തിരി കച്ചവടം വഴി ധനം സമാഹരിച്ച വലിയ പട്ടണങ്ങളുണ്ട്, പ്രഭുക്കന്മാരുണ്ട്. മെഡിച്ചി, ബോർജിയ തുടങ്ങിയ വലിയ കുടുംബങ്ങളുണ്ട്. കച്ചവട മിച്ചം കൊണ്ട് ധനം ആർജിച്ച വലിയ കുടുംബങ്ങൾ, കാർഷിക മിച്ചം കൊണ്ടല്ല, കച്ചവടം മിച്ചം കൊണ്ട്. അപ്പോൾ അവരിവരെല്ലാം പെറ്റനൈസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പെറ്റനൈസ് ചെയ്ത കുടുംബങ്ങളിൽപ്പെട്ട മാർപ്പാപ്പമാർ ഈ പറഞ്ഞ പലരും, പ്രത്യേകിച്ച് ഈ അലക്സാണ്ടർ 6 എന്ന് പറഞ്ഞ ബോർജിയ കുടുംബത്തിലുള്ള ആളാണ്. അദ്ദേഹമാണ് ഇന്ന് കാണുന്ന ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയൊക്കെ പണിയുന്ന മുഖ്യ പങ്കുവഹിച്ച ആദ്യഘട്ടം തുടക്കമിടുന്നത്. ഓക്കെ. പക്ഷേ അതോടൊപ്പം തന്നെ ഈ പ്രഭു കുടുംബങ്ങളിൽ നിന്ന് തിന്മയുടെ അംശം വരാൻ തുടങ്ങി. കാരണം സഹോദരന്മാരുടെ അതേ തിന്മകൾ സന്യാസഭയിൽ വന്നെങ്കിൽ അല്ലെങ്കിൽ ആധ്യാത്മിക മണ്ഡലത്തിൽ കടന്നാലും ഇവർ കുറച്ച് പേര് കൂടെ തുടങ്ങി. അപ്പോൾ ആ തിന്മകൾ വരികയും ചെയ്തു. അപ്പം ഈ തിന്മകളാണ് പ്രോട്ടസ്റ്റൻ്റ് റിഫോർമേഷന് അവസരം ഒരുക്കി കൊടുത്തത്. കടന്നു വന്ന തിന്മകളുടെ സാന്നിധ്യം, പിന്നെ ചില മാർട്ടിൻ ലൂതറിനും പിന്നീട് ജോൺ കാൽവിനും ജോൺ സിംഗിളിയും തുടങ്ങിയവരെല്ലാം ഈ സഭയ്ക്കുള്ളിലെ തിന്മ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ പേപ്പർസിയിൽ കടന്നു വന്ന ചില തിന്മയുടെ അംശങ്ങളാണ് അതിന് കാരണം. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പന്മാർ കുറേ പേരെങ്കിലും പ്രഭു കുടുംബങ്ങളിൽ നിന്ന് കച്ചവടം പശ്ചാത്തലത്തിൽ വന്നുള്ള വലിയൊരു കുടുംബങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ 2-3 വ്യക്തികളെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുക. ഒന്ന്, ഇന്ന് കാണുന്ന സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക, ഒന്ന് ലാറ്ററൻ ബസിലിക്കയാണ് നേരത്തെ അതിന് മുന്നും പ്രധാനം. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക പത്രോസിനെ കബറടക്കിയ അതേ ബസിലിക്ക പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ ബസിലിക്ക പണിയുന്നു. അത് അവിടെ തന്നെയാണോ? അവിടെ തന്നെ. അവിടെ ഇതിനു മുമ്പ് ബസിലിക്ക ഉണ്ടായിരുന്നു. ആ ബസിലിക്കയുടെ പേര് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. 4 ബസിലിക്ക റോമിലുള്ള റോമിലുള്ളത്. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക, മരിയ മജോർ ബസിലിക്ക,
സെൻറ്റ് ജോൺ ബസിലിക്ക, സെൻറ്റ് പോൾ ബസിലിക്ക, നാലെണ്ണം. സെൻറ്റ് പീറ്റേഴ്സ്, ലാറ്റിൻ ബസിലിക്ക, മരിയ മജോറ്, സെൻറ്റ് പോൾ, നാല് ബസിലിക്കയാണ്. അപ്പോൾ ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക മാർപ്പാപ്പയുടെ ആസ്ഥാനമായിട്ട് വളർത്തിക്കൊണ്ടുവരുന്ന ഇന്ന് കാണുന്ന സിസ്റ്റൈൻ ചാപ്പൽ, ഇന്ന് കാണുന്ന മൈക്കലാഞ്ചലോയുടെ ചിത്രങ്ങൾ, റാഫേലിൻ്റെ ചിത്രങ്ങൾ, ലെയനാർഡോ ദ വിഞ്ചിയുടെ ചിത്രങ്ങൾ, സ്കൾപ്ചേഴ്സ്, ഇതെല്ലാം കൂടെ വരുന്നത് ഈ ഒരു മാർപ്പാപ്പന്മാർ കൊടുത്ത വലിയ പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം 1513 തൊട്ട് 21 വരെ ഭരിച്ചിരുന്ന ലിയോ 10 മാർപ്പാപ്പയാണ്. ലിയോ 10 മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ മെഡീച്ചി കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. വെനീസിലെ ഏറ്റവും പ്രമുഖ കച്ചവട പശ്ചാത്തലമുള്ള കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്നാണ് ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ കുടുംബത്തിൻ്റെ വന്നപ്പോൾ ഉണ്ടായ ചില ബലഹീനതകളും പാപത്തിൻ്റെ അംശങ്ങൾ, തിന്മയുടെ അംശങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ട്. അതാണ് മാർപ്പാപ്പാർക്കായിട്ട് അവന്ന് തിരിയാനൊരു കാരണം. 2, ബസിലിക്ക, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക പണിയാൻ വേണ്ടിയിട്ട് പണം വേണം. ആ പണത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ദണ്ഡവിമോചനം വിൽക്കാനായിട്ട് അദ്ദേഹം തുടങ്ങുന്നത്. അദ്ദേഹം അല്ല ഏൽപ്പിച്ച് കച്ചവടം ചെയ്ത് അദ്ദേഹം അത് ഫുഗർ എന്ന് പറഞ്ഞ ജർമ്മൻ വണിക് ഫാം കുടുംബമുണ്ട്, എന്ന് പറഞ്ഞാൽ കച്ചവട കുടുംബമുണ്ട്. ആ കച്ചവട കുടുംബം യൂറോപ്പിലെ ചെമ്പ് തുടങ്ങിയ വലിയ കുത്തക കച്ചവടത്തിന് നടത്തിയിരുന്ന വ്യക്തി, ബാങ്കേഴ്സുമാണ്. മാർപ്പാപ്പയ്ക്കും ഒപ്പം ഹോളി റോമൻ എംപറേഴ്സിനുമൊക്കെ വലിയ തോതിൽ ലോൺ കൊടുത്തിരുന്ന കച്ചവട പ്രമുഖരാണ്. അവർക്ക് ദണ്ഡവിമോചനം വിതരണം ചെയ്യാനായിട്ടുള്ള കാശിന് പകരമായിട്ട് കൊടുക്കാനായിട്ട്. അതെങ്ങനെയാണത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നന്മ ചെയ്ത് കഴിഞ്ഞാൽ ആ നന്മ സഭയുടെ ഭണ്ഡാരത്തിലേക്ക് എത്തും, സഭാംഗമാണെങ്കിൽ. അപ്പോൾ പാപം ചെയ്തൊരു മനുഷ്യന് മരിച്ചു കഴിയുമ്പോൾ അവൻ ഇത്ര നാൾ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കണമെന്നുണ്ട്, ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയ പൂർത്തിയാകാൻ വേണ്ടിയിട്ട്. ആ പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞാൽ സത്യം തന്നെയായ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത കിട്ടുള്ളൂ. അപ്പോൾ അത്രയും ശുദ്ധീകരണം നടത്തണം. പക്ഷേ അവൻ ചില നല്ല പ്രവൃത്തിയും പുണ്യപ്രവൃത്തിയോ ത്യാഗപ്രവൃത്തിയോ തീർത്ഥാടനമോ അല്ലെങ്കിൽ ചില പള്ളികളിൽ സന്ദർശിക്കലോ അല്ലെങ്കിൽ കുമ്പസാരിക്കുകയോ കുരിശിന് വഴി നടത്തുകയോ ചെയ്യുമ്പോൾ അതിന് ഇത്ര ദണ്ഡവിമോചനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സഭ അനുവദിച്ചു കൊടുക്കുകയാണ്. അതാണ് ദണ്ഡവിമോചനം എന്ന് പറയുന്ന ധാരണയ്ക്ക് അടിസ്ഥാനം നിൽക്കുന്നത്. അവരുടെ ശുദ്ധീകരണ നാളുകളുടെ എണ്ണം കുറയ്ക്കാനായിട്ട് ചില പുണ്യപ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക പണിയുമ്പോൾ അതിന് ചില സംഭാവന കൊടുക്കുന്നത് ത്യാഗമാണ്. ആ ത്യാഗം അവരുടെ ശുദ്ധീകരണത്തിലുള്ള നാളുകളുടെ എണ്ണം കുറയ്ക്കും, ദൈർഘ്യം കുറയ്ക്കും. അപ്പോൾ അത് നിങ്ങൾ ദണ്ഡവിമോചനം കിട്ടാനായിട്ട് നിങ്ങൾ ഇത്ര രൂപ ഇത്ര തുക മാർക്കാണ്, ഇത്ര തുക സംഭാവന എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ ഫുഗർ ഫാമിലി ഇത് പല ഇടക്കച്ചവടക്കാർക്ക്, കീഴ്ക്കച്ചവടക്കാർക്കെല്ലാം വിതരണം ചെയ്തു. അതിലൊരു ഏജൻറ്റാണ് ടെറ്റ്സൽ എന്ന് പറഞ്ഞുകൊണ്ട് ജർമ്മനിയിൽ ദണ്ഡവിമോചനം വിതരണം ചെയ്യാനും പകരം കാശുണ്ടാക്കാനായിട്ട് വന്നത്. അതിനെ എതിർത്തുകൊണ്ടാണ് മാർട്ടിൻ ലൂതർ വിറ്റംബർഗ് ദേവാലയത്തിൻ്റെ മുന്നിൽ 95 തീസുകൾ വയ്ക്കുന്നത്. അപ്പോൾ ഇത് ആ കാലഘട്ടത്തിൽ ധനസമാഹരണത്തിന് സ്വീകരിച്ച ഒരു നിലപാടിനുണ്ടായ ഒരു പ്രത്യേക നിലയ്ക്കാണ് പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം തുടങ്ങണത്. അതെ, ഈ അവർ സ്വീകരിക്കുന്ന ആ ഒരു ധനം അത് വത്തിക്കാനിലെ ഈ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ പണിയുന്നതിലേക്ക് വേണ്ടി ഉപയോഗിച്ചു. ചെയ്ത് നല്ല പ്രവൃത്തിയാണെങ്കിലും വിശുദ്ധ വസ്തുക്കൾ അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഇത് പൈസയ്ക്ക് പകരം കൊടുക്കാനുള്ളതല്ലല്ലോ ദണ്ഡവിമോചനം. അത് അന്നത്തെ ഒരു മനസ്സിലാക്കണം. നമ്മളിപ്പോൾ 21 നൂറ്റാണ്ടിൽ ഇരുന്ന് അന്നത്തെ മാർപ്പാപ്പ ഇത് തെറ്റാണെന്ന് ശരിയാണെന്ന് പറയുന്നത് നമ്മൾ ആരാണ്? അവർക്ക് മനസ്സിലായ വിധത്തിൽ അവർ ചെയ്തു. പിന്നെ ആ കുടുംബങ്ങളിൽ പശ്ചാത്തലം അതിൻ്റെയൊക്കെ കാരണമായിട്ടുണ്ടാകാം. പക്ഷേ അതൊക്കെ കൂടിയാണ് ഇന്ന് കാണുന്ന വത്തിക്കാൻ സ്ക്വയറുകളും ഇന്ന് കാണുന്ന സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയൊക്കെ ഉണ്ടായത്. ഇപ്പോൾ അതിന് ശേഷം വന്ന ഈ മാർപ്പാപ്പന്മാരുകൾ, വേറൊരു മാർപ്പാപ്പയാണ് ഈ മെഡിച്ചി കുടുംബം എന്ന് വരികയുണ്ടായി. കാരണം ഏറ്റവും പ്രബല കുടുംബങ്ങളിലൊന്നാണ് മെഡിച്ചി കുടുംബം, ബോർജിയ കുടുംബം, മെഡിച്ചി കുടുംബം. അപ്പോൾ ആ മാർപ്പാപ്പന്മാർ സ്പോൺസർ ചെയ്തതാണ് ഈ മൈക്കലാഞ്ചലോയും റഫേലും ലെയനാർഡോ ദാ വിഞ്ചിയും എല്ലാം. അപ്പോൾ ഇന്ന് വത്തിക്കാനിലല്ലേ റോമിൽ കാണുന്ന ഈ ചിത്രങ്ങൾ, ഈ അലങ്കാര പണികൾ, ഈ നിർമ്മാണ പണികളെല്ലാം ഈ ഒരു പശ്ചാത്തലത്തിലാണ് കാണേണ്ടത്. ഈ റിനസൻസ് എന്ന് പറഞ്ഞുള്ള ഉണ്ടെന്നെഴുന്നേൽപ്പിൻ്റെ എല്ലാ മേഖലയും ഉണ്ടെന്നെഴുന്നേൽപ്പിന് ആനുപാതികമായിട്ടുണ്ടായ സഭയിലെ ഒരു മുഖമാറ്റം. ആ മുഖമാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് സാംസ്കാരികമായി റോമിൻ്റെ മുഖം മാറിയത്.
ബസിലിക്കകളിലെ മാറ്റം, അവിടെയുള്ള ചിത്രങ്ങൾ, സ്കൾപ്റ്ററുകൾ, സ്റ്റാച്യൂസ്, ഇതിനെല്ലാം സംഭവിച്ച. അതിന് മുന്നേ ഇതിന് സ്റ്റാച്യൂസ് ഇല്ല, ഇത്ര ഇല്ല. കാരണം അതർ വേൾഡിലാണ്, വിശുദ്ധന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള മനുഷ്യ രൂപത്തിലുള്ള സ്റ്റാച്യൂസ് ഇന്ന് കാണുന്ന വിധത്തിൽ സ്റ്റാച്യൂസ് അതില്ല. മനുഷ്യൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന വിധത്തിൽ സ്റ്റാച്യൂസ് ഡെപ്പിക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത് ഈ പ്രക്രിയയ്ക്ക് ശേഷമാണ്. അങ്ങനെയാണ് നമ്മൾ വത്തിക്കാൻ്റെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ ഈ ഒരു മാർപ്പാപ്പയുടെ പൂർത്തീകരിക്കുകയാണ്. അതൊരു 1503 തൊട്ട് 1617 വരെയുള്ള ഏകദേശം 114 വർഷത്തോളം എടുത്തു. ഈ കാണുന്ന നമ്മൾ ഇന്നിപ്പോൾ കാണുന്ന ഈ ഒരു ബസിലിക്ക അല്ലെങ്കിൽ സ്ക്വയർ ആണോ വത്തിക്കാൻ ചത്തുരം? സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും ആ പ്രിമീസസ് എല്ലാം കൂടെ അന്ന് നിർമ്മിച്ചതാണ് ഈ ഒരു കാലഘട്ടത്തിലേക്ക്. അതെ അതെ. അതൊക്കെ പറഞ്ഞാൽ മൈക്കിളാഞ്ചലോയുടെ ചിത്രം എന്ന് പറഞ്ഞാൽ കിടന്ന് കിടപ്പില്ല വരയ്ക്കുന്നത്, ഈ സീലിംഗ് ഒക്കെ തയ്യാറാക്കുന്നത്. കാരണം അതൊക്കെ സമ്മതിക്കണം. അതെ, കാരണം അത് അങ്ങനെയൊരു കൾച്ചറൽ ആക്ടിവിറ്റിയെ സസ്റ്റെയിൻ ചെയ്യാനുള്ള പേറ്റൻസ് അന്ന് കുറവാണ്. കാരണം അവർക്ക് ആരെങ്കിലും അവരുടെ ചിലവ് വഹിക്കാനുകൊണ്ട് അതിന് പേറ്റനായിട്ട് വന്നാലേ ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേ പ്രഭു കുടുംബത്തിൽപ്പെട്ടവർ, അല്ലെങ്കിൽ രാജാക്കന്മാർ, അല്ലെങ്കിൽ സഭയാണുള്ളത്. അപ്പോൾ ഇന്ന് സഭയുടെ ഒരു പ്രൗഢിയുടെ അടയാളമായിട്ട് നിൽക്കുന്നത് ഈ പറഞ്ഞ ഒരു മുഖമാറ്റ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് പേപ്പർസിക്ക് തന്നെ വേറൊരു മാറ്റം ഉണ്ടാവുകയാണ് ആ ഘട്ടങ്ങളിൽ. അപ്പോൾ ഈ മെഡിച്ചി കുടുംബം ഭരിച്ചുകൊണ്ടിപ്പോൾ തന്നെയാണ് ഈ ഹെൻറി എട്ടാമൻ, ഇംഗ്ലണ്ടിലെ ഹെൻറി എട്ടാമൻ്റെ ഈ കത്തോലിക്ക സഭ വിശ്വാസം പരിത്യജിക്കുന്നു. അത് ഈ ലേ പത്താമനല്ല, അതിന് ശേഷം വന്ന ഒരു പേര് പറ്റി ജൂലിയസ് രണ്ടാമനെൻ്റെ ഓർമ്മ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്താണ് അദ്ദേഹം വിട്ടുപോകുന്നത്. അപ്പം നമുക്ക് യൂറോപ്പിലെ ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസിലെ കുറേ ഭാഗം, നെതർലൻഡ്സ് കുറച്ച് ഭാഗം, ഇംഗ്ലണ്ടിലെ കുറച്ച് ഭാഗം കത്തോലിക്ക സഭ വിട്ടുപോകുന്നത് ഈ 1-2 മാർപ്പാപ്പന്മാരുടെ കാലഘട്ടത്തിൽ അവരുടെ നിലപാടാണ്. ഇപ്പം ഹെൻറി എട്ടാമൻ്റെ നിലപാടൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന നിലപാടൊന്നും ആയിരുന്നില്ല. പക്ഷേ ഒരു വിഭജനം സഭയ്ക്കകത്തുണ്ടായി. അതുവരെ ഇല്ലാതിരുന്നൊരു വിഭജനം സഭയ്ക്കകത്തുണ്ടായെന്നുള്ളതാണ്. അതിന് മുന്നും ഈ സഭയിലെ ഇങ്ങനെ തിന്മകളുണ്ട്, ചില മാലിന്യങ്ങളുണ്ട്, അത് കഴുകണം, മാറ്റണം, വിശുദ്ധി തിരിച്ചു കൊണ്ടുവരണം, ഗോസ്പലിൽ ഈശോയിലേക്ക് തിരിച്ചു പോകണം എന്നൊരു കാഴ്ചപ്പാടൊക്കെ പലർക്കും ഉണ്ടായിരുന്നു. ജോൺ ഹസ് എന്ന് പറഞ്ഞവർക്കൊക്കെ ഉണ്ടായിരുന്നു. ആ കാഴ്ചപ്പാടെല്ലാം ഇൻഡിവിജ്വലായിട്ട് നിന്നു. ഇതൊരു മൂവ്മെൻ്റായിട്ട് മാറി, ഒരു വിഭജനത്തിലേക്ക് മാറി. ഇതിനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് പോൾ മൂന്നാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ ഈ കൗണ്ടർ റിഫോർമേഷൻ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ അത് ആരംഭിക്കുന്ന ട്രെൻഡ് കൗൺസിലാണ്. അതാണ് ആദ്യത്തെ കൗൺസിൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഈ സഭയുടെ ഡോക്ട്രീന്, തിയോളജി, ബൈബിൾ സംബന്ധമായ കാര്യങ്ങൾ, സെമിനാരി തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായ ഒരു സിസ്റ്റമറ്റൈസേഷൻ, ഒരു ധാരണ കൊണ്ടുവന്നത് ട്രെൻഡ് കൗൺസിലാണ്. അത് ഇതിന് ശേഷമാണ് സംഭവിക്കുന്നത്. 1545 തൊട്ടാണ്. 1549 പോൾ മൂന്നാമൻ മാർപ്പാപ്പ മരിക്കുന്നുണ്ട്. അതിനുശേഷം ചാൾസ് അഞ്ചാമൻ രാജാവും അടുത്ത മാർപ്പാപ്പയോട് പറയുന്നത് തുടരണം എന്ന് പറഞ്ഞുകൊണ്ട് 1563-65 വരെ കണ്ട് തുടരുക. ഞാൻ പറഞ്ഞു വന്നേ, ഈ പേപ്പർസി വളരെ ശക്തമായിട്ട് ഇങ്ങനെ സാംസ്കാരിക മുഖമാറ്റം ഉണ്ടെങ്കിലും സഭയുടെ ടീച്ചിങ്ങിലേക്ക് തിരിച്ചു പോയിട്ട് ഇതാണ് ടീച്ചിങ്, ഇത് ടീച്ചിങ്ങിൽ പെട്ടതല്ല, ഇത് ക്രിസ്ത്യാനിറ്റി അല്ല, ഇത് ക്രിസ്ത്യാനിറ്റിയാണ്. എത്ര പുസ്തകം ബൈബിളോടൊന്ന് അന്തിമ തീരുമാനിക്കുന്നത് ഈ ട്രെൻഡ് സൂനേഴ്സിലാണ്. കുദാശ 7 ക്ലിപ്തപ്പെടുത്തുന്നത് ട്രെൻഡ് സൂനേഴ്സിലാണ്. വൈദിക വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന സെമിനാരി വേണമെന്ന് ക്ലിപ്തപ്പെടുത്തുന്നത് ട്രെൻഡ് കൗൺസിലാണ്. അപ്പോൾ ട്രെൻഡ് കൗൺസിൽ എന്ന് പറയുന്നത് മൂന്നാം പോൾ മാർപ്പാപ്പയുടെ കാലത്ത് ആരംഭിച്ച ഈ ട്രെൻഡ് കൗൺസിൽ സഭയിലെ എല്ലാത്തിനെ കുറിച്ച് ക്ലിപ്തതയും ഒരു ക്ലാരിറ്റി കൊണ്ടുവരികയും ചെയ്ത ഡിസിപ്ലിൻ കൊണ്ടുവന്നു. സഭ നവീകരിച്ച ഭയങ്കരമായിട്ട് നവീകരിച്ചു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വരെ സഭയുടെ എല്ലാ പ്രബോധനങ്ങളുടെയും അടിത്തറ ട്രെൻഡ് കൗൺസിൽ ടീച്ചിങ്ങാണ്. ഇപ്പോഴത് തന്നെയാണ്, മാറിയിട്ടില്ല. വത്തിക്കാൻ കൗൺസിൽ കുറേയും കൂടിയും ഈ കാര്യങ്ങളെ വേറിട്ട കാഴ്ചപ്പാടോടെ കാണാനായിട്ട് നമുക്ക് ജനൽ തുറന്നു തന്നു. കാരണം ട്രെൻഡ് കൗൺസിലിൻ്റെ കണ്ണുകൊണ്ട് മാത്രം കണ്ടാൽ പോരാ, അതിന് മറ്റൊരു മുഖം കൊണ്ട്, മറ്റൊരു പെർസ്പെക്റ്റീവ് കാരണം കാലോചിതമായിട്ട് നമുക്ക് വേറെ ദിശകളും കാണിച്ചു തരേണ്ട ആവശ്യമായതുകൊണ്ട് കൂടിയാണ് നമ്മൾ കാണിച്ചു തന്നത്.
എന്തായാലും വെച്ചാൽ ഇങ്ങനെ നമുക്ക് ഇനി അടുത്തൊരു കാര്യം ഇപ്പോൾ ഈ സുനദോസുമായി ബന്ധപ്പെട്ടും അത് വിളിച്ചേർത്ത മാർപ്പാപ്പന്മാർ പിന്നീട് സഭയിൽ എന്തൊക്കെ സംഭവിച്ചു കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് വരാം. ഇപ്പോൾ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ നേരെ അച്ഛൻ പറഞ്ഞതിന് ഒരുപാട് നന്ദി. എന്തായാലും സഭയുമായുള്ള മാർപ്പാപ്പന്മാരിലൂടെ സഭയുടെ ചരിത്രമാണ് നമ്മൾ കണ്ടത്. വളരെ വ്യത്യസ്തമായ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ ഇന്ന് നമ്മൾ കാണുന്ന സഭയല്ല. ഒരുപക്ഷെ പഴയ കാലങ്ങളിൽ ആ കാലഘട്ടത്തിനനുസരിച്ച് സഭയുടെ ചരിത്രം പലപ്പോഴും മാറിയിരുന്നു. ആ കാലഘട്ടത്തിൻ്റെ അനുസരിച്ചുള്ളൊരു ജീവിതം ഒരുപക്ഷെ സഭയുടെ ഉന്നതങ്ങളിൽ എത്തിയിരുന്നു. ആ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തിരുന്നത്. അച്ഛൻ ഇപ്പോൾ നമുക്ക് വിശദീകരിച്ചു തന്നത്. വത്തിക്കാൻ സ്ക്വയർ ചത്തുരം, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക അത് ഇന്ന് കാണുന്ന തലത്തിൽ എങ്ങനെ എത്തി, അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്ന ചരിത്രമെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഭാഗത്ത് കണ്ടത്. ഈ ഒരു ചർച്ച ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും മാർപ്പാപ്പമാരിലൂടെ സഭയുടെ ചരിത്രം, സഭ എങ്ങനെ നവീകരണത്തിലേക്ക് കടന്നു വന്നു, സൂനകദോസുകൾ, ഇതെല്ലാമായി നമ്മൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും. നന്ദി.